ഹലോ മച്ചന്മാരെ, നമ്മൾ ഗോവയിൽ മറ്റും നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിരത്തുകൾ സ്കൂട്ടറിൻ്റെ എണ്ണം ബൈക്കിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ തലസ്ഥാന നഗരിൽ തിരുവനന്തപുരത്ത് പട്ടം ജംഗ്ഷനിൽ രാവിലെ 6:45 നിൽക്കുന്നത്. ഇവിടെ ബൈക്കാണോ സ്കൂട്ടറാണോ കൂടുതൽ നോക്കാം. നമ്മുടെ ചാനലിലെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മച്ചന്മാരെ. ആദ്യ മിനിറ്റിലെ ഫലസൂചനകൾ പുറത്തു വരുന്നത് പ്രത്യേകം ഇത് ഓർക്കണം. ഇത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ 1-1 തുല്യ ശക്തികളായി മത്സരിക്കുന്നത്. എന്നാൽ നേരിയ ലീഡിലോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി എണ്ണുന്നത് സ്കൂട്ടറിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൂടെയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. 1-2 എങ്കിലും ശക്തി പിടിച്ചു നിൽക്കാൻ ബൈക്ക് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇല്ല, 3 സീറ്റിന് ശക്തമായ മത്സരം. 3-6 സ്കൂട്ടർ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എണ്ണാനുള്ള 10 സ്റ്റേഷനുകൾ ഏകദേശം 37 സെക്കൻഡ് കഴിയുമ്പോൾ ഇനി എണ്ണാനുള്ളത് ബൈക്കിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. അത് ബൈക്ക് ശക്തമായ മത്സരം നടന്നു. 5-8 6-8 ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. സാക്ഷര കേരളമേ, നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക. 6-9 എന്നൊരു വിജയം അവർ നേടുകയാണെങ്കിൽ അത് തികച്ചും അട്ടിമറി വിജയം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എന്നാൽ അവസാന നിമിഷങ്ങൾ ലീഡ് നില അല്പം മാറി മറിയുന്നുണ്ട്. 8-11 അതെ, സ്കൂട്ടർ വിജയിച്ചിരിക്കുന്നു.